സ്വപ്നം. ഞാൻ മുമ്പൊക്കെ സ്വപ്നം കണ്ട ഒരു കാര്യമാണ്. എനിക്ക് അന്ന് 12th കഴിഞ്ഞ് നിൽക്കുന്ന പ്രായമാണ്. ഈ താടിയും മീശയൊന്നും മുളച്ചിട്ടില്ല. ഇവനെ കണ്ട പാട്ട് എഴുതുന്ന ആരും പറയില്ല. കൈയടിക്കണോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എഴുതി പഠിച്ച് ഇൻട്രൻസേട്ടൻ അല്ലാതെ വേറൊരാൾക്ക് ഈ ക്യാരക്ടറിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അത്രയും വേഴ്സറ്റാലിറ്റി വേണ്ട ഒരു ക്യാരക്ടറാണ്. അച്ഛൻ്റെ ഒരു ക്യാരക്ടർ, ഹിറ്റായ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ എന്നിൽ കണ്ടു എന്നാണ് ആളുകൾ ഞാൻ നമ്മുടെ ക്രൂ പറയുന്നതല്ല, ആളുകൾ പറയുന്നത്. மோகன்லால் சார் அவங்க ஆக்டிங்கை பார்த்துட்டு யாரா அந்த மனுஷன், எப்படி இப்படி ஆக்ட் பண்றாங்க, யார் இவங்க அப்படின்னு தேடி பார்த்தப்போ ஃபர்ஸ்ட் டைம் வந்து மலையாளம் സിനിമ ഇൻട്രൊഡക്ഷൻ എനിക്ക് அப்படிதான். സ്വാമിയുടെ ഫസ്റ്റ് കമന്റ് പറഞ്ഞാൽ ജോൺ പോളിന് ആളുമാകെയിരിക്കുന്ന ഈ ഫോട്ടോ ഒന്ന് അയച്ചു കൊടുക്കും, അങ്ങനെ വരാനൊരു വഴിയില്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ വരാൻ വഴിയില്ല, കാരണം അടുത്ത കാലത്ത് ജോൺ പോൾ കണ്ടിട്ടില്ല. അബദ്ധം പറ്റാലോ, പക്ഷേ അബദ്ധമല്ലായിരുന്നു എന്നുള്ളത്. അതിലൊരു 4-5 സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്ത് ഇവിടെ തമ്മിൽ ഭയങ്കര ഉടക്കായിരുന്നു. താങ്കൾക്ക് അത് ഫീൽ ആയിരുന്നു? എന്റെ മൂക്കിലല്ലേ? How many times? 3 തവണയാണെന്ന് തോന്നുന്നു. അത് എന്തിനാണ് ഒന്നൂടെ തുടങ്ങാമിനി, പിന്നെത്തിപ്പിടിക്കാമിനി, ചുളിവുകളേറെ ഭംഗി പകരും അനുഭവഗാഥ ചായമെഴുതും ഉലയാത്ത തേജസിന്റെ മുഖമേ, ഈ മണ്ണിൻ നിധിയാണു നീ. ഹായ് ഗൈസ്, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരാശാനും ഒരുപാട് പിള്ളേരുന്ന്, പക്ഷെ ഇന്ന് ഒരുപാട് ആശാന്മാരും ഒരു പിള്ളേരുമായിട്ട് ഒരു കുട്ടിയായിട്ട് ഞാനിവിടെ ഉണ്ട്. ടീം ആശാൻ, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. താങ്ക് യു എന്ന് പറയാം. ആദ്യം തന്നെ ജിനുചേട്ടൻ എന്ന് തുടങ്ങാം. സോ വാട്ട് ഇസ് ആശാൻ ടു യു? എങ്ങനെയാണ് ആശാൻ ജിനു ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്? അതൊരു വല്ലാത്ത കണക്ഷൻ ആയിരിക്കും. പെട്ടെന്ന് പറഞ്ഞാൽ ജോണും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം കുറെ വർഷമായിട്ട് ഇങ്ങനെ വിടർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു എൻഡായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യാനും പിന്നെ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കാനും പറ്റിയത്. പക്ഷെ പടത്തിന്റെ ജേണി ഭയങ്കര രസമായിരുന്നു. കഴിഞ്ഞൊരു 1 വർഷത്തിന് മുകളിലായിട്ട് ഇതിന്റെ പുറകെയാണ് നമ്മളെല്ലാവരും. ഏറ്റവും ഫണ്ണായിട്ട് ഏറ്റവും രസകരമായിട്ട് ആളുകൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ അത് തന്നെയാണ്. പിന്നെ ഗപ്പി അമ്പിളി കഴിഞ്ഞിട്ട് 3ാമതൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള സിനിമ തരാൻ മാത്രമേ ജോണിന് പറ്റുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, ജോൺ ഡയറക്ട് ചെയ്ത സിനിമകളൊക്കെ പേരുകളാണ്, ഗപ്പി, അമ്പിളി. അപ്പം ജോൺ ഡയറക്ട് ചെയ്താൽ നല്ല പേരുണ്ടാകുന്ന സിനിമയും അതേസമയം ജോൺ പ്രൊഡ്യൂസ് ചെയ്താൽ ഒരു വികാരം ഉണ്ടാകുന്ന സിനിമയാണ് രോമാഞ്ചം. അപ്പൊ അങ്ങനെയുള്ള ഒരു കൈയടിക്കണോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എഴുതി പഠിച്ച് അങ്ങനെ 3ാമത് പേരെടുക്കുന്ന ഒരു സിനിമയായി മാറും ആശാൻ എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഉറപ്പായിട്ടും. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലൊക്കെ ആയിരിക്കും ഇങ്ങനെ സംസാരിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് ബോട്ടിൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? സോ അന്നൊന്ന് ആദ്യം തുടങ്ങാം. പാർട്ട്ണർ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടർ, ഈ ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത്, ആശാൻ വന്ന സമയത്ത് അതെങ്ങനെയായിരുന്നു? ആക്ച്വലി ഗപ്പി അമ്പിളിയും ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഇല്ല, ഞങ്ങള് പരിചയപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനുശേഷമാണ് ഞങ്ങൾ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞ് നേരെ രോമാഞ്ചത്തിലോട്ട് അങ്ങ് ജോയിൻ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞ ഹണിമൂൺ രോമാഞ്ചത്തിന്റെ അകത്തായിരുന്നു ഞങ്ങളുടെ. അതെ. രോമാഞ്ചത്തിലാണ് ഞാൻ പ്രൊഡക്ഷൻ സൈഡ് ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പടമാണല്ലോ. അപ്പം അന്നെല്ലാം എനിക്ക് പുതിയതായിരുന്നു. അപ്പം സൂരജേട്ടനും ജോൺ പോൾ ഇച്ചയും കൂടെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവര് കംപ്ലീറ്റ്ലി നമ്മൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊരു മൂവിയായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഇതിൽ ഞാൻ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം അതും വേറൊരു കാര്യമാണ്. പിന്നെ ആസ് എ പ്രൊഡ്യൂസർ നമുക്ക് എന്താ പറയാ, ഉറപ്പില്ല.
നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ കമ്പനിയിലൊക്കെ പറയില്ല HR we are like a family അതെ. അതുപോലെയാണോ? പക്ഷെ എല്ലാവരും ഭയങ്കര ശരിക്കും ഒരു ഫാമിലി ഫീൽ തന്നെയായിരുന്നു. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ 10-18 പേരുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ഹ്യൂജ് ക്രൂവിന് ഇന്റർവ്യൂ എടുക്കുന്നത്. ആക്ടേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ആയിട്ടുള്ളവരുണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ആദ്യമായിട്ട് അഭിനയിക്കുന്നവരുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആശാനെ സ്പെഷ്യൽ ആക്കുന്നത്. അതിന്റെ കൂടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇന്ദ്രൻ ചേട്ടൻ നായകനായിട്ട് വരുന്ന സിനിമ 603 സിനിമയാണ് ഇന്ദ്രൻ ചേട്ടന്റെ. കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സിനിമേനെ അതേപോലെ തന്നെ സ്പെഷ്യൽ ആക്കുന്ന ഈ ഒരു ഫാക്ടർ പ്രൊഡ്യൂസറോട് ചോദിക്കാം. ഉത്തരവാദപ്പെട്ട ആളാണ് മാത്രമേ ഉള്ളൂ. വൈ ഇന്ദ്രൻ ചേട്ടൻ, ഇവിടെ ചോദിക്കാം, വൈ ഇന്ദ്രൻ ചേട്ടൻ ആ ഒരു ഫാക്ടർ? അത് ജോണിന്റെ ഡിസിഷൻ ആയിരുന്നു, ടോട്ടലി ജോണിന്റെ ഡിസിഷൻ ആയിരുന്നു. ബിക്കോസ് ആദ്യമേ നമ്മൾ അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ, ഇത് ഭയങ്കര ടോട്ടലി കമേഴ്ഷ്യൽ പടമാണ്. ജോൺ ചെയ്ത ഗപ്പിയും അമ്പിളിയും കാട്ടിലും പ്യുവർലി ഒരു 100% കമേഴ്ഷ്യൽ ഫിലിമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ ചേട്ടനെ ജോൺ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നറേഷൻ എനിക്ക് തോന്നുന്നു 1 of the first persons ഞാനായിരിക്കും കേട്ടിട്ടുള്ളത്. അപ്പോൾ കേട്ടപ്പോൾ തന്നെ ജോൺ പറഞ്ഞ 2 ഓപ്ഷൻസ് ആയിരുന്നു, ജോമോനും ഇന്ദ്രൻ ചേട്ടൻ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ഇന്ദ്രൻ ചേട്ടൻ, ഹീറോ ആയിട്ടുള്ള ജോമോൻ. അപ്പോൾ അത് 2 ഫിക്സ്ഡ് ആയിരുന്നു. അപ്പൊ ജോമോനെ വിളിച്ചപ്പോൾ തന്നെ ജോമോൻ ഒബ്വിയസ്ലി എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ ഇതില് ചെയ്യണമെന്ന് ജോമോന് ഭയങ്കര ഇതുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ജോൺ വിളിച്ചു പറഞ്ഞു തന്നെ, എടാ ഇതായിരിക്കണം ആദ്യത്തെ പടം അവന്റെ ഹീറോ ആയിട്ട് വരുന്നത് എന്ന് ജോണിന് ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പൊ തന്നെ ജോമോൻ അത് കമ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഇന്ദ്രൻ സേട്ടനിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇന്ദ്രൻ സേട്ടൻ ആ കഥ കേൾക്കുന്നത് ട്രിവാൻഡ്രത്ത് ഹോട്ടലിൽ വെച്ചാ. അപ്പോൾ ഇന്ദ്രൻ സേട്ടൻ ആ ലാസ്റ്റ് സീൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനുണ്ടായിരുന്നു, ജോമോൻ ഉണ്ടായിരുന്നു, ഇന്ദ്രൻ സേട്ടനും ഉണ്ട്, ജോണും ഉണ്ട്. അത് കഴിഞ്ഞ ലാസ്റ്റ് സീൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രൻ സേട്ടൻ എണീറ്റിട്ട് കൈ കാണിച്ചിട്ട് പറഞ്ഞു രോമാഞ്ചം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതൊരു സാധനം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് പുള്ളി ആ പടത്തിൽ എനിക്ക് തോന്നുന്നു ആശാനിൽ ഇന്നായി. ആ ഇന്നായത് എനിക്ക് തോന്നുന്നു ടിൽ ഇന്ന് വരെ. ഇപ്പൊ ഇന്നലെ രാത്രിയും പുള്ളി വിളിച്ചിട്ട് പുള്ളിക്ക് ഇതിൽ വരാൻ പറ്റാത്തതിന്റെ ഒരു വിഷമവും. എനിക്കും നല്ല എന്റെ പേര് ഇന്ദ്രൻ എന്നാണ്, എന്നെ എല്ലാവരും ഇന്ദ്രൻസ് എന്നാണ് വിളിക്കുക. ഇന്ദ്രൻ ചേട്ടനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു ബോട്ടിൽ ഒരു ഇന്ദ്രൻ മതി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എനിക്കൊന്ന് ലൈക്ക് വേറൊരു ഇപ്പൊ അത് നമ്മളെക്കാളും കൂടുതൽ പടം പ്രേക്ഷകർ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇന്ദ്രൻ ചേട്ടൻ അല്ലാതെ വേറൊരാൾക്ക് ഈ ക്യാരക്ടറിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അത്രയും വേഴ്സറ്റാലിറ്റി വേണ്ട ഒരു ക്യാരക്ടറാണ്. എല്ലാ ഈ ഒരു കോമഡി മാത്രമല്ല, പല ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടറിലൂടെ ഇത് പോകുന്നുണ്ട്, മാസുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അത് കാരണം അത് ഇന്ദ്രൻ ചേട്ടൻ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. മിണ്ടായിരിക്കല്ലേ, ഇത്രയും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഞങ്ങൾക്ക് കുറെ ഞങ്ങളുടെ 90s കിഡ്സിനും ജെൻസി പിള്ളേർക്കും ഒക്കെ കുറെ ഡയലോഗ്സ് തരുന്ന ആളാണ്. നിസാൻ ഈ സിനിമയിലേക്ക് ഇന്നാവുന്നത് എങ്ങനെയാ? ആ കഥ തുടങ്ങി പറഞ്ഞു, എങ്ങനെ വന്നു എന്നുള്ളത്. ഞാൻ ഓഡീഷനിൽ അപ്ലൈ ചെയ്തു. ആരെ വിളിച്ച ഓഡീഷന്? ചേതൻ വിളിച്ചു, ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ഈ കോണ്ടന്റ് ഒക്കെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇക്കാക്ക് ഡെവലപ്പ് ചെയ്ത? അതിനുള്ള ബുദ്ധിയില്ല. അങ്ങനെ പറയല്ലേ. എന്താ ഈ സിനിമയിൽ എന്താ ക്യാരക്ടർ? ഞാന് ഒരു ഫ്ലാറ്റിനുള്ളില് സിനിമ ഷൂട്ട് ചെയ്യായിരുന്നു. അതിലൊരു ഫ്ലാറ്റിലുള്ള ഒരു വ്യക്തി. ഇനിയാണ് കഥ കിട്ടുമെന്ന് വിചാരിച്ചത്. അതല്ലേ കൈയടിച്ച് നിർത്തിച്ചേ. ശോഭിച്ചേട്ടനും എനിക്കും തമ്മിൽ ഒരു അച്ഛൻ മകൻ ബന്ധമുണ്ട്, അറിയോ? അയ്യോ, എവിടെയാ വീട്? എവിടെയാ വീട്? എന്റെ വീട് ചാലക്കുടിയാ. ചാലക്കുടിയാണോ? അതെ, എനിക്കവിടെ വീടുണ്ട്. പക്ഷെ അല്ല എന്റെ അച്ഛനല്ല. ശോഭിച്ചേട്ടൻ ബൊമ്മൻ ഇറാനിക്ക് വേണ്ടിയിട്ട് മെഹ്താ ബോയ്സിൽ ഡബ് ചെയ്തില്ലേ? ചെയ്തിരുന്നു. മകന് ഡബ് ചെയ്തത് ഞാനാണ്. നമ്മള് തമ്മിൽ കുറെ അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായില്ലേ? ആശാൻ എന്തായിരുന്നു ഇതിലേക്ക് ഇന്നാവുള്ള ഹൈയും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ഈ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു സിനിമയാണ്, സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സാണ്. അതുപോലെ ഞാൻ ഇതിനകത്ത് എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഹിറ്റ് മേക്കർ ഡയറക്ടറാണ്. അപ്പോൾ KRS എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ചേട്ടാ അത് ഞാൻ ചേട്ടൻ്റെ ഒരു ലുക്ക് ഇതല്ല എനിക്ക് വേണ്ടത്. ഞാൻ എന്തൊരു അല്ല, ഞാൻ വേറൊരു ലുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ടൊരു ഫോട്ടോ കാണിച്ചു തന്നു. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇഷ്ടപ്പെടാത്ത, ഞാൻ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ലുക്ക് തന്നെ. അതായത് 94-94 ഞാൻ കേരള യൂണിവേഴ്സിറ്റി വിന്നറാവുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ
സമ്മാനം ലഭിച്ചവര് ആ ഐറ്റം ഇതിന്റെ സമ്മാനദാന സമയത്ത് അവതരിപ്പിക്കണം. ആ. അങ്ങനെ ഒരു പരിപാടി ആ സമയത്ത് അപ്പൊ കായംകുളം MSM കോളേജിൽ വെച്ചിട്ടാണ് എന്റെ ആ പ്രോഗ്രാം. അപ്പൊ അവിടെ നമ്മുടെ ഓംപുരി സാറാണ് വന്നിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പൊ അന്നത്തെ ഇത് പരിപാടി അവതരിപ്പിക്കുന്നത് ആ സമയത്ത് ഞാനൊരു സ്കിറ്റിൽ പങ്കെടുത്തായിരുന്നു. അപ്പൊ ആ സ്കിറ്റിന് വേണ്ടി ഞാൻ മീശ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ മീശ ഇല്ലാത്ത എന്റെ ആ ഒരു ലുക്ക് എനിക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത ലുക്ക്. ഇതിന്റെ ഒരു വീഡിയോ കുറച്ച് നാളായിട്ട് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ എന്നെ പലരും എനിക്കിത് സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് പറയും, ചേട്ടന്റെ ഒരു മിമിക്രി കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ ഇതാണോ നിങ്ങൾ കണ്ടത്? അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കതിനകത്ത് ഭയങ്കര ഒരു അയ്യേ ഇത് ഈ ലുക്കിൽ ആൾക്കാർ കണ്ടല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. അപ്പൊ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, ചേട്ടാ ഈ ലുക്കാണ് എനിക്ക് വേണ്ടത്. ഞാൻ ആകെപ്പാടെ ഞെട്ടി. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഓൾറെഡി വിഗും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം പറഞ്ഞിട്ട് ഇത് ലുക്കിൽ വന്നപ്പോഴേക്കും അത് സെയിം ഡിറ്റോ എനിക്ക് അന്നത്തെ അതേ ലുക്ക് തന്നെയാണ് എനിക്ക് വന്നത്. പക്ഷേ സ്വാഭാവികമായും ആ ലുക്ക് നമ്മള് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് നമ്മൾ ഇറക്കിയത് എൻ്റെ ഒരു പടമായിരുന്നു. അപ്പൊ ആ പടം കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം വന്ന കമന്റ് എന്ന് പറയുന്നത് അനന്തൻ നമ്പ്യാർ റിട്ടേൺസ്. അതാണ് എനിക്ക് ആശാനിലേക്ക് കയറിയപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. കാരണം അച്ഛൻ്റെ ഒരു ക്യാരക്ടർ, ഹിറ്റായ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ എന്നിൽ കണ്ടു എന്നാണ് ആളുകൾ ഞാൻ നമ്മുടെ ക്രൂ പറയുന്നതല്ല, ആളുകൾ പറയുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും ഈ ഹൈ നിൽക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ മലയാള സിനിമയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഒരാളുണ്ട്. പക്കത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മദൻ ഒരുപാട് വർഷമായിട്ടുള്ള ഒരു വളരെ അടുത്ത സുഹൃത്താണ്. നാഗ് മോസ്റ്റ്ലി തമിഴ് தான் பேசுவோம். ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം അതിന് മലയാളത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മലയാള സിനിമയുടെ ആ ക്വാളിറ്റി കൊണ്ട് തന്നെ തമിഴിൽ അത്രയും സിനിമകൾ ഉണ്ടായിട്ടും അത്രയും പേരെ പരിചയമുണ്ടായിട്ടും ഏറ്റവും ടോപ്പ് തൊട്ട് ഏറ്റവും ഉള്ളവരെ ഒക്കെ പരിചയമുണ്ടെങ്കിലും അതിന് മലയാളത്തിലൊരു സിനിമയിൽ ഒരു ഭാഗമാണെന്നുണ്ട്. ജസ്റ്റ് ഒരു ഭാഗമായാണ് മതി എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ഇതിൻ്റെ ഓഡിഷൻ്റെ ഒരു കോൾ വരുന്നത്. അപ്പം ഞാനൊരു പോസ്റ്റർ ഷെയർ ചെയ്തപ്പം അതിൻ്റെ അടിയിൽ ഇങ്ങനെ പോയി മെസ്സേജ് ഇട്ടു, കമന്റ് ചെയ്തു, എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാം, ചാൻസ് വരുമെന്ന് ചോദിച്ചിട്ട്. അത്ര ഡൗൺ ടു എർത്ത് ആണ്. ഞാൻ വിളിച്ചു, മച്ചാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ജോണിനോട് പറഞ്ഞു. പിന്നെ ഒരു 1-2 ആഴ്ച വി ഡിഡ് സം ലൈക്ക് വീഡിയോ കോൾസ്. നമ്മൾ കുറെ ക്യാരക്ടറൊക്കെ നോക്കി. മദനെ ഓഡിഷൻ ചെയ്യാൻ ആക്ച്വലി ഇറ്റ് വാസ് ആൻ ഓഡിഷൻ. വി സ്പോക്ക്. നമ്മുടെ ഈ ക്യാരക്ടറിന്റെ കുറെ ഡയലോഗ് ഒക്കെ സംസാരിച്ച് ഞാനത് ഓരോന്ന് കട്ട് ചെയ്ത് അതിലെ ബെസ്റ്റ് ടേക്സ് എടുത്തിട്ട് ഞാൻ ജോണിന് അയച്ചു കൊടുക്കും. ജോൺ ഭയങ്കരമായിട്ട് കൺവിൻസ്ഡ് ആയി. അങ്ങനെയാണ് ഈ ഒരു വിനോദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് മദൻ വരുന്നത്. எப்படி இருக்கு மலையாள சினிமா? வெல்கம் டு மலையாளம் சினிமா. Thank you நன்றி. How is மலையாளம் சினிமா? ரொம்ப மலையாளம் சினிமா ரொம்ப பிடிக்கும். சின்ன வயசுல வந்து இருவர் படம் பார்த்தப்போ மோகன்லால் சார் அவங்க ஆக்டிங்கை பார்த்துட்டு யாரா அந்த மனுஷன், எப்படி இப்படி ஆக்ட் பண்றாங்க, யார் இவங்க அப்படின்னு தேடி பார்த்தப்போ ஃபர்ஸ்ட் டைம் வந்து மலையாளம் சினிமா இன்ட்ரோடக்ஷன் எனக்கு அப்படிதான். அப்புறம் நிறைய பழைய படம் மோகன்லால் லாலட்டா ஃபேன் ஆயிட்டேன், பெரிய ஃபேன் ஆயிட்டேன். ஸோ அப்புறம் வந்து மலையாளம் சினிமா மேலே ஒரு இன்ட்ரெஸ்ட் இருந்துக்கிட்டே இருந்திருக்கு. பட் ஒரு கன்சியூமர் தான், ஆக்ட் பண்ணும் இன்ஃப்ளூயன்சர் எதுவுமே யோசிக்காத டயத்தில் இருந்துக்கிட்டு. லேட்டராக ஆக்டிங் கிளாஸ் அப்படி இப்படின்னு கொஞ்சம் எக்ஸைட்மெண்ட் வந்து போனப்போ மலையாளம் சினிமாவில் ஒரு பாட்டாக இருக்கணும்னு ஒரு ஆசை. லைக் அது ஸ்டார்ட் பண்ணணுன்னா அங்கே தான் ஸ்டார்ட் பண்ணணும்னு ஒரு ஆசை. பிகாஸ் ஐம் pretty sure ஜான் அண்ணா வந்து ஜஸ்ட் பிகாஸ் நான் இன்ஃப்ளூயன்ஸருங்கிறதுனால காசு பண்ண போகிறதில்ல, கண்டிப்பாக பண்ணியிருக்க மாட்டாங்க. அவங்க வந்து ஹீ ஷுட் பி கன்வின்ஸ்ட், அப்போனா தான் அவங்க காசு பண்ணுவாங்க. அண்ட் லாங்குவேஜ் எனக்கு வந்து நியூ லாங்குவேஜ் பட் க்ளோஸ் தான், பிரதர்ஸ் லாங்குவேஜ். தமிழ் கை பட் கேரளா செட்டில், ஸோ அதான் அந்த ரோல். ஸோ மலையாளம் பேச வேண்டிய டைலாக்ஸ்லாம் இருக்கும். ஸோ ரொம்ப எக்ஸைட்டிங்காக இருந்துச்சு. அண்ட் எனக்கு வந்து கேரளா மேலே ஒரு எக்ஸ்ட்ரா லவ் எப்போவுமே இருக்கும். ஸோ தமிழில் வந்து ஒன்று சொல்லுவாங்க, கேட்காத வரம் அப்படிம்பாங்க. மீன்ஸ் பூன்ஸ் யூ டென்ட் ஆஸ்க் ஃபார். ஸோ நான் வந்து ஒரு தமிழ் கான்டென்ட் கிரியேட்டர். ஸோ ஐ மேக் கான்டென்ட் இன் தமிழ் ஃபார் தமிழ் பீப்புள். பட் என்னோட இன்ஸ்டாகிராமில் இன்சைட்ஸ் எடுத்து பார்த்தோன்னா மலப்புரம் வந்து என்னோட 3rd 4th மோஸ்ட் ஃபாலோட் சிட்டி. ஸோ எனக்கு வந்து கேரளாவில் அப்பப்போ எங்கேயாவது கொச்சியில் போகிறப்போ கூட சில பேர் வந்து பேசுகிறப்போ இட்ஸ் லைக் ஐ ஃபீல் லக்கியஸ்ட்
ஃபார் ஆல் த லவ் ஃப்ரம் மலையாளம் மக்கள். அண்ட் அந்த சினிமாவில் பாட்டாக இருக்கிறது அதை விட என்ன ஸ்பெஷலாக இருக்குது. அப்புறம் இங்கே வந்ததுக்கப்புறம் ஜினு ப்ரோ கிட்ட ஸ்டார்ட் பண்ணி அவங்க வந்து மெட்டாவை குவிட் பண்ணிட்டு அவங்க ஏடியாக ஒரு படத்தில் ஒர்க் பண்ண போகிறேன்னாங்க. அப்போ அதை விட என்ன நம்மளுக்கு பெரிய எனக்கு அவங்க அவ்வளோ பெரிய ரிஸ்க் எடுக்கணும், நம்ம கண்ணை மூடிட்டு குதிச்சிருவோம் அப்படின்னு ஜினு ப்ரோ சொன்ன ஒன்று. அப்புறம் ஜான் அண்ணா ஃபர்ஸ்ட் இன்ஸ்டாகிராம் டிபி தான் பார்த்தேன். பார்த்துட்டு அதான் அவங்க ஃபோட்டோ பார்த்துட்டு நான் ரொம்ப பயந்துட்டேன். சரி ஃபுல் தாடி மீசை எல்லாம் வச்சுட்டு லாங்கர்லாம் சரி ரொம்ப ஸ்ட்ரிக்டான ஆஃபீஸராக இருப்பாங்க. பட் ஃபர்ஸ்ட் மீட்டிங்ல இருந்தே ஹி ஹாஸ் பீன் த ஸ்வீட்டஸ்ட் அண்ட் ப்ரொடியூசர்ஸ் த கைண்டஸ்ட் அண்ட் குட் ஃப்ரெண்ட். இப்போ ஜோ மோன் கூட அவ்வளோ நாங்கள் அதுக்கப்புறமும் அடிக்கடி வி கீப் டாக்கிங் ஆன் இன்ஸ்டாகிராம், நிறைய மீம்ஸ்லாம் ஷேர் பண்ணிட்டு. ஸோ இட்ஸ் ஓவரால் இட்ஸ் அ கிரேட் எக்ஸ்பீரியன்ஸ் அண்ட் ஆசம் ஒன். കറക്റ്റാ. ഇപ്പൊ പ്രൊഡ്യൂസർമാരെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ജോമോൻ നായകനായിട്ട് വരുന്ന ആദ്യത്തെ സിനിമ, കൂടെ ഇന്ദ്രൻ ചേട്ടൻ, ഇത്രയും വലിയൊരു കാസ്റ്റ്, നല്ല പ്രൊഡ്യൂസേഴ്സ്, നല്ല ഡയറക്ടർ, അത്രയും ലെഗസിയുള്ള സിനിമകള്, പാട്ടുകള്. എന്തായിരുന്നു ആശാൻ ജോമോന്? ആശാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നം. ഞാൻ മുമ്പൊക്കെ സ്വപ്നം കണ്ട ഒരു കാര്യമാണ്. അപ്പം എനിക്കത് അതിനോട് ഭയങ്കര ഫീലിങ്സ് ആണ്. ജോണേട്ടൻ എൻ്റെ അടുത്ത് ഈ പടത്തിനെ പറ്റി സംസാരിച്ചപ്പോഴും ഞാൻ കുറച്ചേരം ഒന്ന് മിണ്ടാതെ നിന്ന്. കാരണം രോമാഞ്ചത്തിലല്ലേ വന്ന സമയത്ത് ഞാനൊന്നും ആലോചിക്കുന്നില്ല ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുമെന്നോ അതിൻ്റെ ഭാഗമാവുമെന്നോ. പടം തുടങ്ങിയപ്പം ചെറിയൊരു പടമായിട്ട് തുടങ്ങിയത്, ഇപ്പോൾ അത് മൊത്തത്തിലൊരു വലിയൊരു പടമായി. വേഫെയറും അവരെല്ലാവരും കൂടെ ഏറ്റെടുത്തപ്പോഴത്തേക്കും ഇപ്പോൾ ഒരു വലിയൊരു പ്രൊജക്റ്റായി. പിന്നെ പാട്ടുകളാണ്, ജോണേട്ടനുണ്ട്, പിന്നെ പാട്ടിന് സുരേട്ടൻ, എല്ലാവരും ഉണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പണിയെടുക്കേണ്ടതെല്ലാം എടുത്തിട്ടുണ്ട്. മറ്റേ ക്ലീശ ചോദിച്ചേ, നായകനാണെന്ന് അറിഞ്ഞപ്പോൾ എന്ത് തോന്നി? അതെ, ഓക്കെ. നായകനാണെന്ന് അറിഞ്ഞപ്പോൾ എന്ത് തോന്നി? അല്ല, ഒരു നല്ലൊരു പടത്തിന്റെ ഭാഗമാകാം, അതിൽ നല്ലൊരു പടത്തിന്റെ നായകനാകുന്ന ഭാഗ്യമല്ലേ. കൂടുതൽ നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് നമ്മൾ ചാടിക്കറി ഒരു പടം ചെയ്തിട്ട് ചിലപ്പോൾ വീട്ടിൽ ഇരിക്കും. അതിനൊക്കെ നല്ലൊരു പടത്തിന്റെ എനിക്ക് ഇങ്ങോട്ട് വന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അത്ര സിൻസിയറായിട്ട് സിനിമയെ സ്നേഹിച്ച ഒരാളാണ്. അപ്പോൾ എനിക്കത് വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സെറ്റിലെ ഏറ്റവും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണെന്ന് വെച്ചാൽ എന്താ പറയാ? ജോണേട്ടൻ ഇതുപോലെ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് കാര്യം പറയുന്നത്. നീ കുറച്ച് പടങ്ങളൊക്കെ ഒന്ന് നോക്കി പിടി, നിന്നെ ഒരു കാര്യം പറയാൻ, നീ ഒരു പിന്നെ ഡേറ്റിനൊന്ന് കൊച്ചിയിലോട്ട് വന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അടുത്തൊരു പടത്തിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ വിചാരിച്ചു അതിൽ വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് വിചാരിച്ചു. പെട്ടെന്ന് മെയിൻ ക്യാരക്ടറാണ് ഞാനെന്ന് പറഞ്ഞപ്പം സന്തോഷമായി. നിങ്ങളുടെ ഒരു കോംബോ എന്ന് പറയുന്നത് സെൻസ് ലൈക്ക് നമ്മള് മുന്നത്തെ സിനിമകളിലൊക്കെ നിങ്ങളുടെ കോംബോ വർക്കായിട്ടുള്ളത്, ഒരുപാട് പേര് തൊട്ടിട്ടുള്ളത്, ഡെഫിനറ്റ്ലി വർക്കായിട്ടുള്ള കുറെ ആ ഒരു എനിക്കത് എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് അറിയില്ല. അത്രയ്ക്കും ഡെലിക്കേറ്റ് ആണ് നിങ്ങളുടെ എഴുതുന്നതായാലും പാടുന്നതായാലും ജോണർ കമ്പോസ് ചെയ്തപ്പോഴായാലും തിങ്സ് അടിപൊളിയായിട്ട് വന്നു. ഈ എന്തായിരുന്നു ഡയറക്ടർ പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ? ഫസ്റ്റ് ഓഫ് ഓൾ ജോണേട്ടനായിട്ടൊരു ബന്ധം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ സിനിമ, മലയാള സിനിമയിലെ സെക്കൻഡ് മൂവി നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയായിരുന്നു. അപ്പോൾ 2012-13 സമയത്താണ് നീലാകാശത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് അന്ന് 12th കഴിഞ്ഞ് നിൽക്കുന്ന പ്രായമാണ്. ഈ താടിയും മീശയൊന്നും മുളച്ചിട്ടില്ല. ഇവനെ കണ്ട പാട്ട് എഴുതുമെന്ന് ആരും പറയില്ല. അപ്പോൾ എന്തിന് ചാൻസ് ചോദിച്ചാലും കിട്ടും. പാട്ട് എഴുതാൻ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. ആ ലുക്കാണ് എനിക്ക്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നീലാകാശം കിട്ടിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് സമീർ താഹിർ ഉണ്ട്, ഇടയ്ക്ക് അമൽ നീരദ് വരുന്നു, സെറ്റ് മറ്റേ അൻവർ ഷീദ് വരുന്നു, അങ്ങനെ വലിയ വലിയ ശ്രീകർ പ്രസാദ്, ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് എനിക്ക് ഭയങ്കര പേടിയായിട്ടിരിക്കുമ്പോൾ തോളത്ത് വീണ ഒരു കൈയാണ് ജോണേട്ടൻ്റെ കൈ. ആ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നില്ലേ, ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ജോണേട്ടൻ. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ എൻ്റെ ഒരു ആശാനായിട്ട് ഓട്ടോമാറ്റിക്കലി മാറിയ ഒരാളാണ്. അപ്പൊ അതിനുശേഷം ഗപ്പി ചെയ്തപ്പോഴും, അമ്പിളി ചെയ്തപ്പോഴും, രോമാഞ്ച പ്രൊഡ്യൂസ് ചെയ്തപ്പോഴും, ആശാൻ ചെയ്തപ്പോഴൊക്കെ നേരത്തെ പറയും. സിനിമ വരുമ്പോൾ മാത്രമല്ല, കുറച്ച് മുമ്പേ തന്നെ വിളിച്ചിട്ട് എടാ ഇങ്ങനൊരു സാധനം വരുന്നുണ്ട്, നീ ഫ്രീ ആയിട്ടിരിക്കണം, കുറച്ച് സാധനങ്ങൾ ചെയ്യാനുണ്ട്, പാട്ട് വർക്കാവണം, പാട്ട് വർക്കാവുമ്പോഴാണ് പടവും വർക്കാവുന്നത്, പാട്ട് അടിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻസിലാണ് ഞാനോട് എപ്പോഴും സംസാരിക്കാറുള്ളത്. അപ്പൊ തന്നെ നമുക്കൊരു പ്രതീക്ഷയാവും, ഓക്കെ ഇനി എന്ത് വരാനുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ജോണേട്ടൻ്റെ ഒരു പടം വരും എന്നത് എപ്പോഴും എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിൽ വലിയ പ്രതീക്ഷയാണ്. അപ്പൊ അത് ഒരിക്കലും തെറ്റിയിട്ടുമില്ല. അപ്പൊ ആ ജേണി ഗപ്പിയിൽ ഒഫീഷ്യലി തുടങ്ങിയപ്പോൾ അന്ന് സൂരജ് സന്തോഷ്, വിനായക് ശശികുമാർ കോംബോ എന്നൊക്കെ പറഞ്ഞു വരും. ശരിക്കും അങ്ങനെ വന്നതിന്റെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പ്രസൻസ് ആയിട്ട് ജോണേട്ടൻ നമുക്ക് കാണാം. ആൾക്കാർ കാണാത്ത രീതിയിൽ ജോണേട്ടന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഈ സിനിമയായപ്പോൾ ജോൺ പോൾ ജോർജ് ഡയറക്ടറെ പറ്റി എല്ലാവരും പറഞ്ഞു. ജോൺ പോൾ ജോർജ് എന്ന മ്യൂസിക് ഡയറക്ടറിന്റെ ഡെബ്യൂ ആണ് ആശാൻ. അപ്പോ അതിന്റെ മികവ് എന്താണെന്നുള്ളത് ഇതുവരെ ഇറങ്ങിയ ഓൾറെഡി കുഞ്ഞിക്കവൾ മേഘമേ ആദ്യം ഇറങ്ങി,
സിനിമയില എന്നുള്ള പാട്ടിറങ്ങി, പിന്നെ ഇപ്പോൾ ചിറകെ ചിറകെ ഇറങ്ങി, അതിൽ ആസ് എ സിംഗറായിട്ടും ഡെബ്യൂ വന്നു. അപ്പോൾ അതെന്താണെന്ന് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി ഈ കുഞ്ഞിക്കവൽ മേഘത്തിനെ കുറിച്ച് ജോണേട്ടൻ പറഞ്ഞു തന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ അതിന്റെ പിക്ചർ എങ്ങനെയായിരുന്നു? ഈ 3 സിനിമകൾ ഗപ്പി, അമ്പിളി, ആശാൻ, ഈ 3 സിനിമകൾ ഷൂട്ടിന് പോകുന്നതിന് മുമ്പേ തന്നെ എന്നെ വിളിച്ചിട്ട് ആക്ടേഴ്സിനോടൊക്കെ പറയുന്ന പോലെ തന്നെ ഫുൾ സ്ക്രിപ്റ്റ് പറഞ്ഞു തരും. അപ്പൊ ഈ 3 സ്ക്രിപ്റ്റ് നറേഷൻ കേട്ടിട്ടും എനിക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഗപ്പിയുടെ ഇപ്പൊ തനിയെ മിഴികൾ വരുന്ന സിറ്റുവേഷനിലൊക്കെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു മൂവ് ആയിട്ടുണ്ട് ഉള്ളിൽ. അമ്പിളി കേട്ടിട്ട് ഞാൻ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ ഞാൻ ശരിക്കും വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ ഒന്നും ആയിട്ടില്ല, സിനിമയുടെ കാസ്റ്റിംഗിലോട്ട് ഒന്നും എത്തുന്നതിനൊക്കെ മുമ്പാണ്. അതുപോലെ തന്നെ ആശാൻ കാസ്റ്റിംഗ് ഒക്കെ അതിനുശേഷം എന്നെ വിളിച്ചത്. ഫുള്ള് ജോണേട്ടൻ, ശോഭിചേട്ടൻ പറഞ്ഞ പോലെ ആ എക്സൈറ്റ്മെന്റിൽ ജോണേട്ടൻ നറേറ്റ് ചെയ്യുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സിനിമ കണ്ട ഫീലാണ്. ആ ഫീലിൽ ഈ കുഞ്ഞിക്കാവൽ മേഘത്തിന്റെ സിറ്റുവേഷനൊക്കെ എത്തിയപ്പോൾ തന്നെ അത് ഇന്ദ്രൻ ചേട്ടന്റെ മുഖമാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര നിഷ്കളങ്കമായിട്ടൊരു ക്യാരക്ടറായിട്ടാണ് ജോമൻ വരുന്നത്. അപ്പോൾ ഈ ഇമോഷൻസ് ഒക്കെ വന്നപ്പോൾ തന്നെ ഞാൻ കരഞ്ഞു. അപ്പൊ ഈ കുഞ്ഞിക്കവിൽ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ എന്ന് പറയുന്നത് കണ്ണീരിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. കണ്ണീരിനെ അഡ്രസ് ചെയ്ത് തുടങ്ങിയ മറ്റൊരു പാട്ടാണ് തനിയെ മിഴികൾ തുളുമ്പിയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു തുടക്കം ഈ പാട്ടിന് ആവാം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് ആ ഫ്ലോയില് ഇപ്പൊ ആളുകൾ പറഞ്ഞ തെറാപ്പിയാണ് നമ്മുടെ തനിയെ മിഴികൾ തെറാപ്പിയാണ്, ആരാധിക തെറാപ്പിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തെറാപ്പിസ്റ്റുകളുടെ ലേബലൊക്കെ ഓൾറെഡി കിട്ടി. അപ്പൊ ഞാൻ ജോണേട്ടനോട് പറഞ്ഞു, ഈ പടം ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് 3 തെറാപ്പി പാട്ടുകൾ ഈ പടത്തിലുണ്ട്. തെറാപ്പി കൊണ്ട് പൂരമാണ് ഈ പടത്തില്. ഈ തെറാപ്പി ചോദിച്ചാലും വരരുത്. അപ്പൊ അതിലെ ഫസ്റ്റ് തെറാപ്പി പാട്ടാണ് കുഞ്ഞിക്കവൾ. അത് സൂര്യചേട്ടൻ സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്ത ആ ഒരു മൊമെന്റിൽ മനസ്സിലായി. ഇപ്പൊ തുടക്കത്തെ ലൈൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. Tell me about the last 4 lines. ഒന്നുകൂടെ തുടങ്ങാമിനി എന്നുള്ള ലൈന് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്ന ഒരു സമയം വരും. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റുന്ന ഒരു ലൈനായിട്ടാണ് ഒന്നുകൂടെ തുടങ്ങാമിനി, ഒരു റീസ്റ്റാർട്ട് നമുക്ക് ചെയ്യാം. അത് ഇത്തവണത്തെ ന്യൂ ഇയറിന് ഒരുപാട് പേര് ആ വരി വെച്ചിട്ടാണ് സ്റ്റാറ്റസുകളൊക്കെ ഇട്ട് റീഷെയർ ചെയ്ത് പോയത്. അതിനുശേഷം വരുന്ന 4 ലൈൻ പ്യുവർലി ഇന്ദ്രൻ ചേട്ടനോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിച്ചതാണ്. ചുളിവുകളേറെ ഭംഗി പകരും, അനുഭവഗാഥ ചായം എഴുതും, ഉലയാത്ത തേജസിന്റെ മുഖമേ ഈ മണ്ണിൻ നിധിയാണ് നീ എന്ന് പറയുന്നത് ഇന്ദ്രൻ ചേട്ടനെ പറ്റിയാണ്. പല്ലവിയിൽ ഇതേ ഏരിയ വരുമ്പോൾ വേറെ 4 വരിയാണ്. അതൊരു കുട്ടിയുടെ മുഖമായിട്ട് ഇന്ദ്രൻ ചേട്ടന്റെ മുഖത്ത് ഉപമിക്കുന്ന വരികളാണ്. അത് തിരിച്ച് അവസാനം വീണ്ടും 4 വരിയായിട്ട് പാടുമ്പോൾ ഈ പറഞ്ഞ ചുളിവുകൾ ഭംഗി പകരുന്ന, അനുഭവഗാഥ ചായം പകരുന്ന, ഉലയാത്ത തേജസിന്റെ മുഖമേ ഈ മണ്ണിൻ നിധിയാണ് നീ എന്ന് പറയുന്നത് ഇന്ദ്രൻ ചേട്ടന് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ട്. എനിക്കൊന്നും അത് പറഞ്ഞു കേൾക്കണോ പാടി കേൾക്കണം. പാടുന്നതിന് മുമ്പ് ടെൽ മീ അബൌട്ട് ഈ എന്തായാലും വിനായക് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓഫ്കോഴ്സ് ഈ കോംബോ തന്നെ വേണമെന്ന് ജോണേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാനായിട്ട് ഇത് പാടി പൊലിപ്പിക്കൊന്നും വേണ്ട. ഭയങ്കരമായിട്ട് ഇതിന്റെ ഒരു അപ്രോച്ച്, എങ്ങനെ സിംഗിങ് അപ്രോച്ച് പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതൊരു മലയാളം വളരെ ഉരുട്ടി പറയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ സാധാരണ പാട്ടുകളിൽ പറയാറില്ല, ഭയങ്കര ഉരുട്ടി പറയാറില്ല. അങ്ങനെ ഉരുട്ടി പാടി ഭംഗി ഉണ്ടാവില്ല എന്ന് പലയിടത്തും തോന്നാറുണ്ട്. പക്ഷെ ഈ പാട്ട് അങ്ങനെ വേണ്ട, ഉരുട്ടി പറയാം. അത് ചുളിവുകളേറെ ഭംഗി പകരും തന്നെയാണ്. അങ്ങനെ അത്രയും ഉരുട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്നാ പാട്ട് നന്നാവില്ല, നന്നാവാം. ഇത് അങ്ങനെ ചെയ്യണം തോന്നി, അങ്ങനെ ഒരു അപ്രോച്ച് കൊണ്ടുവരാൻ തോന്നി. അപ്പൊ പാടി വന്നപ്പോഴത്തേക്കും ഓക്കെ, ഇത് കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പാട്ടിനകത്തേക്ക്, ഈ റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പാട്ടിനകത്തേക്ക് ഇന്നായപ്പോഴത്തേക്കും പിന്നെ എനിക്ക് തലേ വന്നതൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ എക്സ്പ്രഷൻ ആയാലും ശരി, ആ പാട്ടിങ്, ആ വാക്കിങ് ആയാലും ശരി, ഇങ്ങനെ അങ്ങനെ പറഞ്ഞു ആ പാട്ട് അവസാനം ഹിറ്റായി. ഇങ്ങനെയായി ഹിറ്റ് ആവുന്നതിലൊക്കെ ഒരു നല്ലൊരു പാട്ടുണ്ടാക്കാൻ പറ്റി, നല്ലൊരു കോമ്പോസിഷന്റെ ഭാഗം പറ്റി എന്നുള്ളതാണ് അതിനെ സന്തോഷിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ റെക്കോർഡിംഗ് സെഷന് എല്ലാവരും ഉണ്ടായിരുന്നു. ലൈക്ക് വിനായക് ഉണ്ടായിരുന്നു. സാധാരണ അങ്ങനെ വളരെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭയങ്കര കുറവാണ്. കമ്പോസർ ഉണ്ടായിരുന്നു, പിന്നെ പ്രോഗ്രാമർ, സോങ് അറേഞ്ച് ചെയ്ത അജീഷ് ഉണ്ടായിരുന്നു. അജീഷാണ് ഫുൾ ഈ ഓർക്കസ്ട്രേഷൻ ഫുൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുള്ളി ഡൺ. പിന്നെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നതും അജീഷാണ്. പടം ഇറങ്ങിയതിനു ശേഷം ഹിറ്റാകാൻ പോകുന്ന മറ്റൊരു അങ്ങനെയുണ്ട്. സോ അപ്പൊ അത്രയും പേര് അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഇവിടുത്തെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ സാധാരണ മൂവി പ്രൊമോഷൻസിനൊന്നും തന്നെ ഒരു മ്യൂസിക് ക്രൂവിന്റെ ഭാഗമായിട്ട് ഒരു മ്യൂസിഷ്യനൊന്നും ഒരിക്കലും ഉൾപ്പെടുത്തിയ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ഇവിടെ അനുരാഗ് ഉണ്ട് നമ്മുടെ ഗിറ്റാർ വായിക്കാൻ.
അനുരാഗ് ഉണ്ട്, അജീഷ് ഉണ്ട്, വിനായക്. വിനായക് ഉണ്ട്, ഞാനുണ്ട്. 4 പേരുള്ള ഒരു മ്യൂസിക് ക്രൂ ഒക്കെ ഒരു മൂവി പ്രൊമോഷൻ ഒക്കെ മലയാള സിനിമയിൽ എനിക്ക് തോന്നില്ല ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിങ്ങളെ മാക്സിമം ഉപയോഗിക്കുന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ അതാണ് അങ്ങനെ ഒരു കോൺടെക്സ്റ്റ് ഉണ്ടായിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരന്തോ വെറുതെ. കണ്ണാടി വെച്ചാൽ നന്നായി, കണ്ണുനീരാരും കാണുന്നില്ലല്ലോ. വിപിൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതേ എളിമ തന്നെയാണെന്ന് തോന്നുന്നു സൂപ്പർ സ്റ്റാർ ആയിട്ട് സിനിമയില്. കഥാപാത്രത്തിന് ഇച്ചിരി കുറവാ. ജാടയാണ് മൊടയാണ്. ആ, ഡയറക്ടർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സിനിമയ്ക്കകത്ത ഡയറക്ടറൊക്കെ പറയും. വിപിൻ ചേട്ടാ, വിപിൻ ചേട്ടന്റെ ക്യാരക്ടർ ആദ്യം ജോൺ പോള് ഇങ്ങനൊരു സംഭവം വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സ്വാമിയോടാണ്. അപ്പോൾ സ്വാമിയുടെ ഫസ്റ്റ് കമന്റ് പറഞ്ഞാൽ ജോൺ പോളിന് ആളുമാകെയായിരിക്കും, നീ ഫോട്ടോ ഒന്ന് അയച്ചു കൊടുക്കും, അങ്ങനെ വരാനൊരു വഴിയില്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ വരാൻ വഴിയില്ല, കാരണം അടുത്ത കാലത്തും ജോൺ പോൾ കണ്ടിട്ടില്ല. അബദ്ധം പറ്റാനോ, പക്ഷേ അബദ്ധമല്ലായിരുന്നു എന്നുള്ളത് ശരിക്കും തന്നെയായിരുന്നു. ആയിരുന്നു. പക്ഷെ എന്തായാലും നമ്മുടെ ഭാഗ്യം, അങ്ങനെ ഒരു കഥാപാത്രമൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. വലിയ സംഭവം. ജോൺ പോളിന്റെ എങ്ങനെ കണ്ടെത്തിയെന്ന് അറിയത്തില്ല, എന്തായാലും നന്നായി എനിക്ക്. അതുപോലെ തന്നെ വേഫറായിട്ട് നമ്മള് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഭാഗം കൂടിയാണ്. ആ ഒരു ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു? വളരെ സന്തോഷം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞപ്പോൾ ഞാനും ജോൺ പോളിനും ഏറ്റവും കൂടുതൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു സിനിമയായിട്ട് വന്നെന്ന് തോന്നുന്നു. 100% ഇതിനൊരു ജീവൻ വെക്കണം. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലോ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലോ ഇതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മളിപ്പോൾ കമ്പനി ആകുമ്പോൾ അതിന് കുറച്ചും കൂടി റീച്ച് കിട്ടും എന്നുള്ള കാര്യമാണ് നമ്മുടെ ചർച്ചയിൽ വന്നത്. ഭാഗ്യം കൊണ്ടത് കണ്ട് ഇഷ്ടപ്പെട്ടു വേഫെയറിന്, അങ്ങനെ അതെടുത്തു. സന്തോഷം. അപ്പോൾ അത് തന്നെയല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നുള്ളൂ, അങ്ങനെ ഒരു കാര്യം. ഡയറക്ടർ പറയാൻ എങ്ങനെയുണ്ടായിരുന്നു? ആക്ടർ സിനിമയ്ക്കകത്ത് ഡയറക്ടർ സിനിമയ്ക്കകത്ത് ആക്ടർ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു 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 അതായത് നമ്മളിപ്പോ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു സംവിധായകൻ, അതിനകത്ത് നായകൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയുടെ ഒരു മൊത്തത്തിൽ ഒരു ചട്ടക്കൂടില് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ സൂപ്പർ സ്റ്റാറിൻ്റെതായ എല്ലാ മാനറിസങ്ങളും എല്ലാ എന്താണ് നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് പെട്ടെന്ന് നമ്മൾ രണ്ട് രീതിയിൽ പറയാം സൂപ്പർ സ്റ്റാർ. ഒന്ന് ഇപ്പോൾ ഒരു സിനിമയിലെ ഒരുപാട് സിനിമകളിൽ നല്ല നല്ല നായക കഥാപാത്രങ്ങൾ ചെയ്യുന്നവരെ ആരാധകർ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കും. പിന്നെ നമ്മൾ കളിയാക്കി വിളിക്കും സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോഴേക്കും രണ്ടാമത്തെ ഗണത്തിലാണ്. അപ്പൊ ഈ രണ്ടാമത്തെ ഗണത്തിലാണ് ശരിക്കും ഈ സിനിമയിലെ ഈ കഥാപാത്രത്തിന്റെ ഒരു മൂവ്മെന്റ് അങ്ങനെയാണ് ജീവിതത്തിൽ. പക്ഷെ പേഴ്സണൽ ഇതില് ഇത് ഇപ്പോ വിപിൻ പെരുമ്പള്ളി എന്ന് പറഞ്ഞ ഒരു നടനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. പക്ഷെ കഥാപാത്രമായിട്ട് പുള്ളി വന്നപ്പോഴേക്കും അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു സംവിധായകനെ സംബന്ധിച്ച് ആ സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ ചേഷ്ടകളും പുള്ളിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ജീവിക്കായിരുന്നു എന്ന് പറയാം. ചേട്ടാ, ഇത് ഏതെങ്കിലും റിയൽ ലൈഫിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്റെ ജോലി കളയണമെന്ന്. അതായത് ബേസിക്കലി എന്താണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല, ഇപ്പൊ നമ്മളിപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള
സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാനാണ്. ഇത്രയും ഹമ്പിൾ ആയിട്ടുള്ള വ്യക്തി ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പൊ എനിക്കൊക്കെ അതിന് ഇരട്ടി അഹങ്കാരമുണ്ട്. അങ്ങനെയല്ല, അതായത് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അതൊരു വലിയ ഭാഗ്യം. ഈ കഥാപാത്രം തലയഞ്ഞു സാറാണ്. അത് കൂടുതലായിട്ട് പല സമയത്തും തിലകൻ സാറിന്റെ ഒരു ഞെട്ടലൊക്കെ പലപ്പോഴും ഞാൻ ഇദ്ദേഹത്തിൽ കണ്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു ഭയങ്കര സംഭവം. അത് സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തന്നെയല്ലേ എന്നൊരു തോന്നലുണ്ട്. അതെനിക്ക് ശോഭിച്ചാണ് ചോദിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ ക്യൂവിൽ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആക്ടേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊരു റാപ്പിഡ് ഫയർ സെഷനിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായ ഒരുപാട് ലെജൻഡ്സ് ഇല്ല, അതിൽ പെട്ട ഒരാളാണ് തിലകൻ ചേട്ടനും. അങ്ങനെ ഒരു അഭിനയിക്കാൻ ഒരാളുടെ കൂടെ ഗോയിങ് ബാക്ക് നിങ്ങൾക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏത് ആക്ടറെ കൂടെയാണ് അഭിനയിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മെജോറിറ്റി എല്ലാവരും പറയുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവർക്ക് തിലകൻ ചേട്ടന്റെയും KPS ലളിത ചേച്ചിയുടെയും കൂടെ ഒരുമിച്ച് അഭിനയിക്കണം എന്നുള്ളതാണ്. ആ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ അത് പറയുന്ന സമയത്ത് ചേട്ടൻ എന്താ ഫീൽ ചെയ്യുക? തീർച്ചയായിട്ടും എനിക്ക് അത് അവര് പറയുന്നതിനകത്ത് അതിശയോക്തി എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാല് അച്ഛനും ലളിത ചേച്ചിയും തമ്മിൽ ഒരുപാട് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു 4-5 സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്ത് ഇവര് തമ്മിൽ ഭയങ്കര ഉടക്കായിരുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ വഴക്കുണ്ടായിട്ട് കണ്ടാൻ മിണ്ടത്തില്ല. ആ രീതിയിൽ ഇരിക്കുന്ന സമയത്ത് സ്ഫടികത്തിൽ അഭിനയിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വേറൊരു പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ പടത്തിൽ അഭിനയിക്കുന്ന ഇതിന് അച്ഛനെ വിളിക്കുന്ന സമയത്ത് അതിന്റെ ഡയറക്ടറോ ആരോ പുള്ളിയോട് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു, അത് ലളിത ചേച്ചിയാണ് പെയറായിട്ട്, ചേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ മാറ്റാം എന്ന് പറഞ്ഞു. അതിനെ മരുന്ന് അവര് നല്ല ആർട്ടിസ്റ്റാണ്, അവരെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വെച്ച് തന്നെ അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആ പടങ്ങളൊക്കെ എന്താ പറയാ, അവരുടെ കോമ്പിനേഷൻ ഇപ്പൊ സ്ഫടികത്തില് അവർ അച്ഛനും ലളിത ചേച്ചിയും തമ്മിലുള്ള കോമ്പിനേഷൻ കണ്ടാൽ അവർ തമ്മിൽ വഴക്കാരെന്ന് തോന്നുന്നു ഇല്ല. അതുപോലെ പല സിനിമകളിലും അവർ തമ്മിൽ അത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയത്തിന്റെ കാര്യത്തിൽ മത്സരം നടത്തി അഭിനയിച്ചേക്കുന്നു. ഇപ്പൊ വീണ്ടും ചില വീട്ടുകാര്യങ്ങളായാലും അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകളെല്ലാം അവര് ഇപ്പൊ തുടങ്ങിയ ബന്ധമല്ല അവരൊന്ന് വഴക്കൊക്കെ ഇടും, അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഒരു അവരുടേതായ ഒരു ഇപ്പൊ നമ്മളിപ്പോ സൗഹൃദം ഉള്ള ഒരു കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാറില്ല എന്ന് പറഞ്ഞ ചെറിയൊരു ബിഗ് ബോസ് ഹൗസ് ആണല്ലോ, നിങ്ങൾ പോകാൻ പറ്റത്തില്ല. ഇതിനകത്തുള്ള കളിയാണ് കൂടുതൽ. കാരണം അവർ നാടകത്തിൽ തൊട്ടേ അവർക്ക് ഒരു നാടകത്തിൽ അഭിനയിച്ച് തഴക്കവും പഴക്കവും വന്നവരാണ് രണ്ടുപേരും. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറ ആരുടെ കൂടെ അഭിനയിക്കണം അല്ലെങ്കിൽ ആരുടെ ഇതാണ് കോമ്പിനേഷനാണ് ഇഷ്ടമെന്ന് അവർ സെലക്ട് ചെയ്യുന്നത് അച്ഛനെയും ലളിത ചേച്ചി ആകുന്നതിൽ ഒരിക്കലും നമുക്ക് അതിശയോക്തി പറയാൻ പറ്റില്ല. ഇതിന്റെ കൂടെ യൂട്യൂബ് നോക്കി സിനിമാറ്റോഗ്രാഫി പഠിച്ച് നമ്മുടെ കൂടെ സിനിമാറ്റോഗ്രാഫർ ആയിട്ട് ജോയിൻ ചെയ്ത ആളുണ്ട്. അത് വിമലിനുള്ള ഒരു പൊതുവെയുള്ള ഒരു ആരോപണമാണോ അല്ലയോ എന്നുള്ളത് ഇന്നറിയുന്നു. യൂട്യൂബ് നോക്കിയല്ലേ ടെക്നിക്കലി പഠിച്ചത്. അങ്ങനെയാണ് സെറ്റിൽ പൊതുവെ പറഞ്ഞു കേൾക്കുന്നതാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. അങ്ങനെയാണ്. ഞാൻ ഇറങ്ങി പോയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ഞാൻ ബ്ലെയിൻ ബ്രൗണിന്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചാണ് മെയിൻലി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ആരെയും അസിസ്റ്റ് ചെയ്യാത്ത കാരണം ആദ്യത്തെ ഒരു പ്രൊജക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് പേടി, ഇത്രയും ക്രൂവിന്റെ കൂടെ ഒന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഇവിടെ ഉള്ള എല്ലാവരും കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു സിനിമയിൽ വന്നപ്പോഴത്തേക്കും. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചപ്പോ? നല്ലായിരുന്നു. ആരുടെ കൂടെയൊക്കെ അഭിനയിച്ചു? ഫുള്ളായിട്ടാണോ? കഥ പറയല്ലേ. ഈ ഫിലിമിലല്ല, ഈ ഫിലിമില് ഇന്ത്യൻ സംഘങ്ങളുടെ കൂടെയാണ് അഭിനയിക്കണേ. എന്റെ പൊന്നെ, ഇന്ദ്രൻ കൂടെ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. അയർക്കുട്ടിയുടെ സിനിമയിലെ പേരെന്താ? മിനിക്കുട്ടിയും ഉണ്ട്, മുത്തും ഉണ്ട്. അതാണ് ട്വിസ്റ്റ്. ഡബിളാ. ഇന്ദ്രസേട്ടൻ മോളുടെ ആരാ സിനിമയില്? അത് കഥ പറയിപ്പിക്കാനുള്ള പരിപാടി നമ്മുടെ വീടല്ലേ. തിരിച്ചും മറിച്ചും ചോദിക്കും. ഓഗസ്റ്റ് 2 അങ്കിളാന്ന് പറഞ്ഞത് സിനിമ കാണുമ്പോ മനസ്സിലാവും. നമുക്കറിയാം ബൊഗൈൻവില്ല തന്നൊരു ഹൈ, അത് ഭയങ്കര ഒരു വലിയ ഹൈ ആയിരുന്നു. അതിനുശേഷമാണ് ആശാനിലേക്ക് വരുന്നത്. നല്ല സിനിമ,
ഇത്രയും വലിയ ഒരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു? ആക്ച്വലി ഈ ആശാൻ എന്ന് പറഞ്ഞ പടം ഈ പറഞ്ഞ പോലെ എനിക്ക് കുറേ ഇമോഷണൽ കണക്ഷൻ ഉള്ളൊരു ഇതാണ്. അപ്പം സൂരജേട്ടൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ഇമോഷൻ വന്നാലും ചിലപ്പോൾ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ആരാധിക എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്ന ആള്. എന്ത് ഇമോഷൻ വന്നാലും ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പം പിന്നെ എനിക്ക് വരുന്നൊരു വിളി, അത് കേട്ട് കേട്ട് ഒരു ദിവസം വരുന്ന വിളിയാണ്, ചേതൻ വിളിക്കുകയാണ്, ഇങ്ങനൊരു ഓഡിഷൻ ഉണ്ട് വരാവോ എന്ന് വെച്ചിട്ട്. പിന്നെ ആ പടത്തിൽ ഇന്നാവുന്നു. ഇതിലേറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഞാൻ കേട്ട് പരിചയമുള്ള ഒരു പാട്ടിൻ്റെ, ഈ സിനിമയിൽ ഒരു പാട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പം ഈ സിനിമയുടെ ഭാഗമാവും. നമുക്ക് ഇഷ്ടമുള്ളൊരു ഡയറക്ടറുണ്ട്, ഒരു ക്രൂവിൻ്റെ, പിന്നെ ശോഭിച്ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, നമ്മളൊക്കെ പ്രതീക്ഷിക്കാതെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുകയാണ്. അത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഈ ഒരു ജനറേഷനിൽ നമ്മൾ അവരുടെ കൂടെ അഭിനയിക്കുകയാണ്. ഞങ്ങളോട് ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ടും ചോദിക്കണം. ഇവിടെ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു വേർഡ് പറയാമോ? ആശാൻ, ജോൺ. നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഇപ്പൊ അജേഷും പറഞ്ഞു. മ്യൂസിക് ഇല്ല. അതായത് ഇപ്പൊ ജോമോനെ കുറിച്ച് ജോമോനോട് ചോദിക്കും, ജോൻ അത് അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുമ്പോ അതിനകത്ത് ഒരു വാക്ക് വരും, സന്തോഷം. അല്ല ഞാൻ പറയാം, ജോണിന്റെ ഭാഗത്താണ് അത് ഏറ്റവും കൂടുതൽ വരാറ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫ്രീ ആയിട്ട് വിടുന്ന ആളാണ്. ഞാൻ തന്നെ പറയാം, പരിപാടി എല്ലാരും പറയും ഒരു നല്ലൊരു പരിപാടിയുണ്ട്. ഇപ്പോ കഥയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എടാ അത് ജോണേട്ടൻ പറഞ്ഞു അത് നല്ലൊരു പരിപാടി, എടാ നല്ലൊരു പരിപാടിയാണ്. ഈ പരിപാടി എന്നത് അത് എനിക്ക് തോന്നുന്നത് ഈ പല സംവിധായകരും പല രീതിയിലല്ലേ. പക്ഷെ ഇപ്പോഴത്തെ ഈ ന്യൂജൻ സംവിധായകരെല്ലാം ഒരേ പാറ്റേണിലേക്ക് വന്നു. നമ്മൾ സാധാരണ പരിപാടി എന്ന് പറയുമ്പോ പ്രോഗ്രാമിലേക്ക് പോകുന്നില്ല. അതെ, പിടിക്കാം. നമുക്ക് ചെയ്തുകൂടെ, നമുക്ക് പിടിക്കാം അല്ലേ, നമുക്ക് പിടിക്കാം, അങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കണം, ഈ അപ്പൊ ശരിയല്ലെന്ന് പറയില്ല, വർക്കല്ല. അപ്പൊ നമുക്ക് ഇനി വർക്ക് ആവുന്ന ഒരു കാര്യത്തിൽ പിടിച്ചാലോ? ഫുഡായിരിക്കും. ഫുഡിൽ പിടിക്കാം. ഒന്നൂടെ തുടങ്ങാമിനി, പിടിക്കാമിനി, ചുളിവുകളേറെ ഭംഗി പകരും അനുഭവഗാഥ ചായമെഴുതും ഉലയാത്ത തേജസിന്റെ മുഖമേ, ഈ മണ്ണിൻ നിധിയാണു നീ. അങ്ങനെ നമ്മള് ബോട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? നമ്മളിപ്പോ എവിടെയാണ് ഉള്ളത്? റെസ്റ്റോറന്റ് ബൈ ഷെഫ് പിള്ളയിലാണുള്ളത്. ടേസ്റ്റി ഫുഡ് ആയിരിക്കും, അത് നമുക്ക് ഗ്യാരണ്ടിയാണ്. ആ പേര് നമുക്ക് ഗ്യാരണ്ടിയാണ്. പക്ഷെ കുറച്ചു നേരം കൂടെ നിങ്ങളൊന്ന് വിശപ്പ് അടക്കി പിടിക്കണം. ആശാൻ ടീം നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾ സെറ്റിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വിശേഷങ്ങൾ പറഞ്ഞു, എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തു, പരിപാടിയെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു പരിപാടി പിടിച്ചാലോ? നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ഒരു പുതിയ പരിപാടി പിടിക്കാം. നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ എടുക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. എന്തായിരിക്കും? മെന്റലിസം ഒരു ചെറിയൊരു ഷോ നമ്മളിത് ഇവിടെ നടത്താൻ പോവാണ്. മല്ലു മെന്റലിസ്റ്റ് വിഷ്ണു ആണ് നമ്മുടെ കൂടെ വരാൻ പോകുന്നത്. കൊച്ചിക്കാരൻ തന്നെയാണ്. ഹായ്, വെൽക്കം. വിഷ്ണുവിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലിസത്തിന്റെ കൂടെ എന്റർടൈൻമെന്റ് ആണ്. ആളുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന സമയത്ത് കൂടുതൽ എന്റർടൈൻമെന്റ് ഫോക്കസ്ഡ് ആണ്. സോ നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒരു ഫൺ സെഷൻ ആയാലോ? സോ ആദ്യത്തെ സെഷന് വേണ്ടിയിട്ട് എനിക്കൊരു 8 പേരെ വേണം. ഈ 8 പേരെ ഞാൻ തന്നെ വിളിക്കും. ആശാൻ ടീമിന് ആദ്യം തന്നെ എല്ലാ വിശ്വാസവും. മൈൻഡ് റീഡിങ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമല്ല. നിങ്ങളുടെ കുറച്ച് ബോഡി ലാംഗ്വേജ് വെച്ച് കുറച്ച് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇടണ്ട. ആശാൻ എന്ന് പറയുമ്പോൾ എന്റെ മൈൻഡിലേക്ക് വരുന്നത് എല്ലാം അറിയുന്ന ഒരാൾ. നിങ്ങൾക്ക് 1 മിനിറ്റ് ഞാൻ സമയം തരും. ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ അടവും അറിയാമെന്ന് തോന്നിയ ഒരാൾ ആരും ആവാം. ഞാൻ എന്ത് ചോദിച്ചാലും കള്ളം പറയാം, വേണമെങ്കിൽ സത്യം പറയാം. പക്ഷെ കള്ളം പറഞ്ഞ് നിൽക്കാൻ പറ്റും എന്ന് തോന്നിയ ഒരാൾ അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ ഫൈൻഡ് ചെയ്യുക. എന്നോട് പറയണ്ട, ഞാൻ 1 സെക്കൻഡ് മാറിക്കാം. നിങ്ങൾക്ക് 1 മിനിറ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ തരും.
പതുക്കെ പറയണം, അതാ പുള്ളി അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞിരിക്കും. അത് കേട്ടോ നിന്റെ മനസ്സിൽ തമ്മിക്കുന്നുണ്ടോ? ഇല്ല, ബ്രോ ചെയ്യേണ്ടത് അവിടെ ഒന്ന് സ്റ്റാൻഡ് ചെയ്യാം, ഒന്ന് നിക്കാം, ഇവിടെ ഒന്ന് നിക്കാം, തിരിഞ്ഞു നിക്കാം, ഇവരെ നോക്കി നിക്കാം, ഇത്തിരി കൂടെ ബാക്കിൽ നിന്നാ. ഓക്കെ, ഒരാൾക്ക് ഞാൻ കണ്ണടക്കും, അതിനുശേഷം നിങ്ങൾക്ക് ഒരാൾക്ക് എന്റെ കണ്ണ് ക്ലോസ് ചെയ്യാം. അപ്പോ ആ ക്ലോസ് ചെയ്യുന്ന ആരാന്ന് പോലും എനിക്ക് കാണണ്ട. ഇല്ല ഇല്ല ഇല്ല, നിങ്ങളിൽ ആരാണ് ഇപ്പൊ ഒരാളെ ചൂസ് ചെയ്തില്ലേ, അയാൾ പോയിട്ട് അയാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണം. എന്നിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, ഷേക്ക് ഹാൻഡ് കൊടുത്ത് അതിനുശേഷം ഞാൻ പറയുമ്പോൾ അയാൾക്ക് വന്ന് നിൽക്കാം. കൊടുത്തു കഴിയുമ്പോൾ എന്നോടൊന്ന് പറയുക, എന്റെ കണ്ണ് ക്ലോസ് ആയിരിക്കും. അപ്പൊ ഞാൻ തിരിഞ്ഞു നിൽക്കട്ടെ. അപ്പൊ ഞാൻ ആരാണ് എന്റെ കണ്ണ് ക്ലോസ് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയണ്ട, ഒരാൾക്ക് കണ്ണ് ക്ലോസ് ചെയ്യാം. അയാള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അയാൾ മാത്രം ഇരിക്കണം പോയി ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ടത്. ഒരാൾ വന്ന് കണ്ണടക്കാം, ഒരാൾ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തോ? മൂക്ക് പോത്തല്ലേ? കൈ കൊടുത്ത് നിക്ക ഒരു മിനിറ്റ്, ഞാൻ കൊടുത്ത് അവിടെ നിക്കുമ്പോ എന്നോടൊന്ന് പറയുക. നിക്കുവല്ലേ അയാള്? അതെ. നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം ഞാനാണ് ആ കൈ കൊടുത്തതെന്ന്, അങ്ങനെ ഒന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, പഴയ പൊസിഷനിൽ വന്ന് നിൽക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഈ കണ്ണടച്ച ആള് പൊസിഷനിൽ പോയി നിൽക്കാം. എനിക്ക് കണ്ണ് തുറക്കാവോ? താങ്ക് യു, കണ്ണ് തിരിച്ചു തന്നതിന്. ആൾക്ക് ശരിക്കും നല്ല അടവൊക്കെ പഠിച്ച ആള് തന്നെയാണോ കഴിയുന്നത്? ആശാൻ എന്ന് തോന്നുന്ന ആള് തന്നെയാണോ? ഓക്കെ, നിങ്ങളോട് പലരോടും ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാതിരിക്കാം. എനിക്കൊന്ന് ഷേക്ക് ഹാൻഡ് തരാം. ചേട്ടനാണോ പോയി ആ ടച്ച് ചെയ്തത്? ഷുവർ? ഉറപ്പാ? ഷുവർ? அதாவது மர்டர் ஃபிலிம் லேக் பண்ணிருக்க அந்த மாதிரி ஃபேஸ். ആ ഷേക്ക് ഹാൻഡ് കൊടുത്തിരുന്നോ? കൊടുത്തു? ആ, പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രീതിയിൽ കൊടുത്തു, ബിക്കോസ് കുറെ കള്ളം ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ കൊടുത്തിരുന്നോ? ഇത് നല്ല കള്ളം ഉണ്ടല്ലേ? ചേട്ടൻ ആ ഷേക്ക് ഹാൻഡ് കൊടുത്തിരുന്നു? ബിക്കോസ് ഇവര് ചൂസ് ചെയ്ത ആശാൻ എന്ന് പറഞ്ഞ ആള് ചേട്ടനാണോ? ഉറപ്പാ? ഷുവർ? ഒന്ന് മുറുക്ക കൈ പിടിക്കാവോ? ഷേക്ക് ഹാൻഡ് കൊടുത്തിരുന്നു? ഉറപ്പാ? ഉറപ്പാ? ചേട്ടനല്ലേ കൊടുത്തു? ഉറപ്പാ? പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നിയപ്പോ എനിക്ക് എന്താ പറയാൻ പറ്റും? ഞാനല്ല. ബ്രോ കൊടുത്തിരുന്നോ ഷേക്ക്? ആണോ? അല്ല. അല്ല. ഓക്കെ, എന്താ നെഞ്ചിരിക്കണേ? ചെറുതായിട്ട്. അത് ഇൻബോണാ. ഷേക്ക് ഹാൻഡ് കൊടുത്തിരുന്നോ? ഉറപ്പാ? ഓക്കെ, മേ ബി ഞാനിപ്പോ ഷേക്ക് ഹാൻഡ് കൊടുത്തവരിൽ ആരും ആവാം. മേ ബി എനിക്ക് ഇങ്ങനത്തെ ചെയ്യുമ്പോൾ ചില സമയത്ത് മിസ്റ്റേക്ക് വരാറുണ്ട്. പക്ഷെ ഇത്തവണ ആദ്യമായിട്ടാണ് ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന കുറെ ആൾക്കാരെ എന്റെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല. ഷേക്ക് ഹാൻഡ് കൊടുത്തിരുന്നോ? പാട്ടുകാരൻ മാത്രല്ല അല്ലേ? പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഇദ്ദേഹം ഷേക്ക് ഹാൻഡ് കൊടുത്തിരുന്നു? ഉറപ്പാ? ഷുവർ? എനിക്ക് ഉറപ്പൊന്നുമില്ല. ആൻസർ ഈസ് ക്യാച്ചറെ. നിങ്ങളുടെ കൂട്ടത്തിലെ ആശാനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഹീസ് ദ മാൻ. ഇതൊരു ട്രിക്കായിട്ടൊന്നും കാണണ്ട, കുറച്ച് എന്റർടൈനിങ് അങ്ങനെ കാണാനാണ്. അത് കുറച്ച് സംസാരം, കുറച്ച് രീതികൾ, മെന്റലി സോട്ടൊന്നും വിചാരിക്കണ്ട. എൻ്റെ ഒരു ഫൺ ഒബ്സർവേഷൻ അങ്ങനെ കാണുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാ?
നല്ല ആത്മബന്ധം. ബന്ധത്തില നിങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തില നല്ല ബന്ധം എങ്ങനെയാ ഉദ്ദേശിച്ച നീ എന്താ ഉദ്ദേശിച്ചത്? എല്ലാ രീതിയിലും ഇവൻ നാണം കിടത്തും. നീ ഉദ്ദേശിച്ച രീതിയില്ല, പക്ഷേ ബന്ധത്തില. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള നല്ല ബന്ധത്തിലാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവര് തമ്മിൽ എന്തെങ്കിലും ബോണ്ട് ഉണ്ടോ എന്ന് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാൻഡ് ഹിയർ. യെസ്, ക്ലോസ് യുവർ ഐസ്. യെസ്, ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്. രണ്ടുപേരും കണ്ണ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ നിങ്ങളെ രണ്ടുപേരെയും വന്ന് ടച്ച് ചെയ്യും. ഇവർ രണ്ടുപേരെയും ഞാൻ വന്ന് ടച്ച് ചെയ്യും. പക്ഷെ ആ ടച്ച് ചെയ്ത സ്പോട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക രണ്ടുപേരും. ഓക്കെ, എന്നിട്ടാണ് നമ്മുടെ പെർഫോമൻസിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, ഞാനപ്പോൾ ആദ്യം ജോമോനെയാണ് ടച്ച് ചെയ്യാൻ പോകുന്നത്. You can open your eyes. ജോമോൻ കണ്ണ് ക്ലോസ് ചെയ്യുക. You can open your eyes. Okay. ജോമോന് കണ്ണ് തുറക്കാം. ഞാൻ ഇദ്ദേഹത്തെയും താങ്കളെയും ടച്ച് ചെയ്തു. താങ്കൾക്ക് അത് ഫീൽ ആയിരുന്നു? എന്റെ മൂക്കിലല്ലേ ടച്ച് ചെയ്ത? How many times? 3 തവണയാണെന്ന് തോന്നുന്നു. തൊട്ടില്ലേ എന്നാ? ഇല്ല ഇല്ല. ഇത് നിങ്ങൾ ഇതാണ് gay ആ കൂടെ. ഇത് വേറെ കണക്ഷനാ. താങ്ക് യു. നീ എന്നെ കയ്യിൽ പിടിച്ചിട്ട് നീ ദൂരമുണ്ടോ? അതെ. സോ മെന്റലിസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടിയില്ലേ? യെസ്, മല്ലു മെന്റലിസ്റ്റ് വിഷ്ണു ഒരു വലിയ കൈഡി കൊടുത്തിട്ട്. യെസ്, താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശരിക്കും പോവാണ്. സ്നേഹം വാരി വിതറാനായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് റെസ്റ്റോറന്റ് ബൈ ഷെഫ് പിള്ളയിലാണ്. അപ്പൊ നമുക്ക് ഷെഫിനെ കാണണ്ടേ? പിന്നെ യെസ്, ഷെഫ് വെൽക്കം. നമ്മളൊരു കംപ്ലീറ്റ് ടീം ആശാൻ ഇവിടെ ഉണ്ട്. ഷെഫിന് തന്നെ വേറെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ഇന്നത്തെ സ്പെഷ്യൽ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ആശാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവി, ഒരു സിനിമയ്ക്കുള്ള സിനിമ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുറെ ആൾക്കാരുടെ ഒരു ചിത്രമാണ്. അപ്പൊ അതിന്റെ ഒരു സംഭവം ഇവിടെ വെച്ച് ഒരു ബോട്ടിംഗ് ഒക്കെ പോയപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. കഴിക്കണം. അപ്പവും നല്ല കപ്പി കാച്ചി ഉണ്ടാക്കിയ കൽച്ചട്ടിയുടെ അപ്പവും അതുപോലെ നൂൽ പൊറോട്ടയും സ്ട്രിംഗ് ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം അറിയോ? ഇടിയപ്പം എന്ന് പറയും. അതിന്റെ കൂടെ കുറച്ച് സ്പൂൺ കുറെ കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചു വിടാന്നുള്ള. അതെ, അപ്പൊ ഫുഡിന്റെ ആശാനാണ് നമ്മുടെ കൂടെ ഉള്ളത്, ആശാൻ ടീമിന്റെ കൂടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. അല്ല, ഷെഫ് ഞങ്ങൾക്ക് തരുന്ന ഒരു സർപ്രൈസ് ഉണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് എത്തിയാലോ? ഉറപ്പായിട്ടും. അപ്പൊ ഫുഡ് പറയട്ടെ. യെസ്. நீங்க வந்து உங்களுக்கு ஒரு ஸ்கில் இருக்கும்ல, அந்த ஸ்கில்ல நீங்க மாஸ்டரா இருக்கிற ஒரு ஸ்கில் அப்படி கேட்டா நீங்க என்ன சொல்லுவா? நீங்க என்ன சொல்லுவீங்க? உறக்கம். உறக்கமா? இமிடியேட்டா அப்படியே தூங்கிடுவேன். எந்த சவுண்ட், எந்த லைட், எந்த சிச்சுவேஷன், தியேட்டருக்குள்ள, ஒரு பீச்ல, கார்ல. சோ நீங்க தியேட்டர்ல அந்த மாதிரி தூங்கிய ஒரு மூவி அது நிறைய இருக்கு. உங்ககிட்ட நான் கேட்க நினைச்ச ஒரு கேள்வி இருக்கு. அது அந்த போட்ல கேட்கணும்னு நினைச்சிருந்தேன், ஆனா அங்க சான்ஸ் கிடைக்கல. உங்களுக்கு பிடிச்ச ஒரு டாப் 3 மலையாளம் மூவிஸ் என்னன்னா என்ன இருக்கும் அந்த லிஸ்ட்ல? എന്റെ പൊന്നോ, 3 ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏതായിരിക്കും? ஃபர்ஸ்ட் ஆப்வியஸ்லி ஆஷான், நோ டவுட்ஸ். ஸோ எனக்கு வந்து ஸ்டார்டிங்ல இருந்தே இந்த மூவி எப்படி ஆரம்பிச்சிச்சுன்னு எனக்கு தெரிஞ்ச ஒரு ஜேர்னி இருக்குது. அண்ட் ஐ திங்க் இப்போ கேரளால நான் வந்தேன்னா இங்க இத்தனை பேர் வந்து எனக்கு தெரியும். அது வந்து எனக்கு ஆஷான் மூவி கொடுத்தது. எங்க ஃபேமிலி இருக்கு உங்களுக்கு. ஸோ அஃப்கோர்ஸ் ஆஷான் ஃபர்ஸ்ட். அதுக்கு அடுத்து வந்து எனக்கு ரொம்ப பிடிச்ச படம்னா மலையாளத்துல ദൃശ്യം ரொம்ப பிடிச்ச படம். எந்த ദൃശ്യം? ദൃശ്യം 1, 2, 3 ரிலீஸ் ஆக போகுது. யா 1 ரொம்ப பிடிக்கும். அண்ட் திலகன் சாரும் மோகன்லால் சாரும் ஒரு படம் பண்ணியிருப்பாங்க, பழைய படம்.
அப்பா கிரீடம் കിരീടം கிரீடம் இல்ல அப்பா பையன் அதுல வந்து மோகன்லால் சார் வந்து சில்க் ஸ்மித்தா இருந்திருப்பாங்க. ஸ்படிகம். ஸ்படிகம். சின்ன வயசுல இருந்து எங்க அப்பா எனக்கு போட்டு காமிச்ச படம். ஸோ அது எனக்கு ரொம்ப பிடிச்ச ஒரு படம். ஓ அது பேர் தெரியாது, பட் நிறைய நான் எங்க அப்பா வந்து நிறைய மலையாளம் மூவிஸ் பார்ப்போம். ஸோ சின்ன வயசுல வந்து அடிக்கடி வீட்டில் ஓடிட்டே இருக்கிற படம் அது. ஸோ சீன் பை சீனா எனக்கு அது தெரியும். எல்லாமே தெரியும். லாங்குவேஜ் இப்போ தெரியாது, ஆனா எனக்கு சீன் பை சீனா இதுக்கு அடுத்து இதான் நடக்கும், இங்க போவாங்க இங்க வருவாங்க, அந்த கையெல்லாம் பிடிச்சி கட் பண்ணி விடுற சீன் எல்லாமே எனக்கு. இங்க செட்டில் வந்ததுக்கு அப்புறம் இவங்க எல்லாரும் உங்க கத்து விட்டுற அந்த மலையாளம் என்ன? மலையாளம் ஜோமன் உனக்கு என்ன கத்து கொடுத்துருக்கா? நிறைய கத்து கொடுத்தாரு. ஜோமன் தான் எனக்கு எல்லாமே கத்து கொடுத்துருக்காரு. என்ன ஜோமன் நீ? எனக்கு இந்த வேர்ட்ஸ் கொஞ்சம் பிடிக்கும். அஷாம் சக்கல், அஷாம் சக்கல், ஓகே, நன்னி, அதெல்லாம் கொஞ்சம் பிடிச்ச வேர்ட்ஸ். இன்னும் இருக்கு இல்ல? இன்னும் இருக்குது. யூ ஆல்வேஸ் ഫാമിലി ഫ്രണ്ട്ലി. അച്ഛാ അതുവരെ പഠിപ്പിച്ചു കൊടുത്തല്ലേ. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഓൾറെഡി ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഷെഫ്, എന്താണ് സർപ്രൈസ്? സർപ്രൈസ് ഒന്നുമില്ല, ഇപ്പൊ ഇത് ആശാനാണ്. അപ്പൊ ആശാനായപ്പം മധുരങ്ങൾ ഡെസേർട്ടിന്റെ ആശാനായിട്ട് നമുക്ക് പാൻ കേക്ക്സ് ഒക്കെ അറിയാം, ലോകത്തൊക്കെ യൂറോപ്പിൽ നിന്നൊക്കെ വന്നത്. അതിനെയൊക്കെ എത്രയോ മുമ്പ് ഇന്ത്യയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡെസേർട്ടാണ് ഇത്. ആദ്യത്തെ നേപ്പാൾ, ടിബറ്റ്, ബംഗാൾ, രാജസ്ഥാനിലൊക്കെ മന്ദിരങ്ങൾ ഇല്ല, അവരുടെ സാധനമാണ്. മാൽപ്പൂവ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇത് വീറ്റ് മാൽപ്പൂവ. ഇത് പഴയകാല അമ്പലങ്ങളിലെ പ്രസാദമായിട്ട് കൊണ്ടുവന്നൊരു ഡെസേർട്ടിൻ്റെ ആശാനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് വീറ്റ് വെച്ച് ചെയ്യുന്നുണ്ട്, മൈദ വെച്ച് ചെയ്യുന്നുണ്ട്, അരി വെച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കോമ്പിനേഷനിൽ പാല് കുറുക്കി എൻ്റെ ഒരു റബ്ഡി എന്ന് പറഞ്ഞൊരു സാധനം കൂട്ടി കഴിക്കുന്നത് ഡെസേർട്ടാണ്. പഴയകാല അമ്പലങ്ങളിലെ പ്രസാദം. ഇതിൻ്റെ ബാക്കിയായിട്ടാണ് പിന്നീട് പായസങ്ങളും മറ്റൊക്കെ വന്നത്. ഇപ്പോൾ 2000 വർഷത്തിന് മുമ്പേ ഉള്ള ഇന്ത്യയിലെ ഒരു ഡെസേർട്ടിൻ്റെ ആശാനാണിത് മാൽപ്പൂവ. ജസ്റ്റ് ട്രൈ ഗൈസ്. അതിന് കഴിക്കാൻ പ്രാർത്ഥനയൊന്നും വേണ്ട, ഇതെല്ലായിടത്തും കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു ട്രഡീഷൻ ഞാൻ നമ്മുടെ ആശാന് കേട്ട് ഞാൻ സെർവ് ചെയ്ത് കൊടുക്കാം. യെസ്, ഒത്തിരി ഒരു സെക്കൻഡ് ആ പാലും എടുത്തോ, ഇത്തിരി പാലോട് ഒഴിച്ചു കൊടുക്കാം. ഇത് റബ്ഡി ഇതിന്റെ കൂടെയാണ് കഴിക്കേണ്ടത്. പാല് കുറുക്കിയ സാധനമാണ്. യെസ്, എടുത്തോ. ചോദിച്ചേട്ടാ കഴിച്ച് കൂട്ടത്തിൽ ആശാനായിട്ടുള്ള ആള് ആശാൻ ഡെസേർട്ട് കഴിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ആശാൻ തന്നെയാണിത് അല്ലേ? അല്ലേ? ആശാൻ ഗംഭീരമാവട്ടെ. ഈ ഒരു കംപ്ലീറ്റ് ക്രൂവിനും, ജോൺ പോളേട്ടൻ ആൻഡ് ജിനു ബെൻ അതിന്റെ കംപ്ലീറ്റ് ആൾക്കാർ, പെരുമ്പള്ളി ആശാൻ. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. ഫസ്റ്റ് ഡേ മുതൽ ഈ പടത്തിനെ ഗംഭീരമായിട്ട് വിജയിപ്പിക്കും. ഇത് സാധാരണ ഒരു സിനിമ പോലല്ല. ഇതിനകത്ത് ഈ പടം വിജയിച്ചാൽ 150 അഭിനേതാക്കൾ എൻ്റെ സിനിമയ്ക്ക് ബാക്കിലുള്ളവർക്ക് എല്ലാവർക്കും പ്രചോദനമാവുന്നൊരു മൂവിയാണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. നിങ്ങൾ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു കേട്ടാ. എന്നാലും ഒരു ഫൈനൽ എൻഡിങ് താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ് വാസ് ഫൺ വിത്ത് യു. അല്ല, നിങ്ങൾ ഫൺ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പറ. അത് എന്തിനാണ്? ഓക്കെ, സോ നമുക്ക് ഇനി എന്ന് കാണാം? ഫെബ്രുവരി 5 തിയേറ്ററിൽ കാണാം. കാണാം. താങ്ക് യു, ബൈ.